ഇന്ന് നമ്മൾ യാതൊരു സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത നാച്ചുറൽ ഹെന്ന ചെയ്യാണ് കേട്ടോ. കുറേ ദിവസമായി പലരും ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ എന്താ ഹെന്ന ചെയ്യാത്തത്, ഹെന്ന വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ഹെന്ന ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇതിനായിട്ട് ഒരു ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ 1 സ്പൂണോളം ഉലുവ, 1/2 സ്പൂണോളം കടുക്, ഇത് കരിഞ്ജീരകമാണ് കേട്ടോ. കറുത്ത എള്ളല്ല, കരിഞ്ജീരകം വളരെ നല്ലതാണ് നമ്മുടെ മുടിക്കൊക്കെ. അപ്പോൾ ഇത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പൗഡറാണ്. നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറുത്ത് ഇങ്ങനെ പുകയണം. അപ്പോൾ ഇതിങ്ങനെ പുകഞ്ഞ് വരുന്നത്, ഇത് ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾക്ക് കയ്യിൽ എന്താണുള്ളത് ആ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി. ഇതാവുമ്പോൾ ചൂടൊന്ന് നന്നായി കയറി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, നമ്മൾ ഇറച്ചി മസാലയിലൊക്കെ ചേർക്കുന്ന, അതും ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ വറുത്തുകൊണ്ടിരിക്കണേ. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാലുള്ള ആ ഒരു ഒലുമ്പൻ മണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചായപ്പൊടി ചേർത്ത് കൊടുക്കണേ. നമ്മൾ സാധാരണ ചായയൊക്കെ ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒരു മാസത്തിന് ഏതാണ്ട് 2 മാസത്തിനൊക്കെ ഉണ്ടാവും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. വീണ്ടും ഞാനിത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിങ്ങനെ കരിയുന്ന പോലത്തെ ഒരു ഫീലാവും കേട്ടോ ഉണ്ടാവുക. നല്ല മണമാണ് നമ്മുടെ കിച്ചണൊക്കെ. അപ്പോൾ ഇത് ഞാൻ കാണിച്ചത് ഇതിൻ്റെ പരുവം അത്യാവശ്യം നന്നായിട്ട്, ഇതൊന്ന് കരിഞ്ഞു പോയ പോലെയൊക്കെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഈ ചായപ്പൊടിയുടെ ഒക്കെ കളർ അങ്ങനെ തന്നെയല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണുള്ളത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഹെന്ന ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഡൈ ഒന്നും തീരെ പറ്റില്ല. എന്നിട്ട് ഞാൻ മുടിയൊക്കെ നരച്ചത് ഇങ്ങനെ തന്നെയാണ് ഹെന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം പൊടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ചൂടാറണം, എന്നാൽ ആ ക്രിസ്പിനെസ് പോകാനും പാടില്ല. ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അപ്പോൾ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുക കണ്ടോ. നല്ല മണമാണ് ഇതിന്. ഇതുപോലൊരു ചെറിയ ബോട്ടിലിൽ എന്തിലെങ്കിലും ആക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 1 സ്പൂണ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള ഹെന്ന മിക്സ് ചെയ്യാനുള്ള ആ വെള്ളം ഉണ്ടാക്കിയെടുക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കി അന്ന് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കുകയാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ എടുക്കുകയാണ്. ഇത് കാണിക്കുന്നത്, നമ്മളിത് തലേ ദിവസം അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ആദ്യം ഈ പൗഡർ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ, നല്ല ചായയൊക്കെ ഉണ്ടാക്കുന്ന അതേ ചൂടിൽ വെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കുക. എന്നിട്ടത് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ കളറൊക്കെ ഈ വെള്ളത്തിലേക്ക് പിടിക്കും കേട്ടോ. നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ ചൂടോട് കൂടി കലക്കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് ഈ പൗഡർ ഇതുപോലെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു 3 നെല്ലിക്ക, അതുപോലെ ചെറിയൊരു സവാള, ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിൽ തന്നെ, പൊടിക്കുന്ന ജാറാണ് കേട്ടോ, അതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നെല്ലിക്ക, എപ്പോഴും നെല്ലിക്ക നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിൽ ഈ ഇങ്ങനെ പിടിക്കും കേട്ടോ കളറ്. അതിന് വേണ്ടിയിട്ടാണ്. നെല്ലിക്ക വളരെ നല്ലതാണ് നമ്മളെ തലയ്ക്കൊക്കെ, മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എപ്പോഴും ഹെന്ന മിക്സ് ചെയ്യുന്ന ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. ഇത് എല്ലാ വീഡിയോസിലും ഞാൻ ഇടാറുണ്ട്, ഹെന്ന മിക്സ് ചെയ്യുന്ന വീഡിയോസിൽ. ഇതിൻ്റെ മേളിലൊരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, സവാളയും അതുപോലെ നെല്ലിക്കയും കൂടി അരച്ചെടുത്തത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഫേസ് പാക്ക് പൗഡർ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊറിയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ പ്രൈസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. നമ്മൾക്കത് അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആ പൗഡർ മിക്സ് ചെയ്ത് വെച്ച് ആ വെള്ളം മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു കളറാണ് വരിക. അതായത് ഈ നെല്ലിക്കയുടെ കൂടെ മിക്സ് ആകുമ്പോഴുള്ളൊരു കളറാണത്. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. മുടി നല്ല വലുപ്പവും ഗ്രോത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി എടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒഴിച്ച് വയ്ക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് അധികം വെച്ചാൽ മതി. ഇങ്ങനെ ഹെന്ന ഇടുമ്പോൾ ഉണ്ടല്ലോ മുടിക്കുണ്ടാവുന്ന ഹെന്നയുടെ മണമൊന്നും അത്ര ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ചാരെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ കറുത്ത കളർ ഇങ്ങനെ മിക്സായി വരും. ഇത് വേറെ ഒന്നുമല്ല, ഇരുമ്പ് ചട്ടിയും ആ നെല്ലിക്കയുടെ കറയെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് കേട്ടോ. ഈ കറയാണ് നമ്മളെ മുടിക്ക് ആവശ്യം. പിന്നെ നമ്മളിത് ഹെന്നയാണ് കേട്ടോ, അതായത് ഒറിജിനൽ മൈലാഞ്ചിപ്പൊടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ പല കമ്പനിയുടെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കിത് ചെയ്തുകൂടാ. പിന്നെ വീട്ടിൽ ഒത്തിരി ഹെന്ന അതായത് മൈലാഞ്ചി ഇലയൊക്കെ ഉള്ളത് ഞാൻ ഒരുപാട് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, മൈലാഞ്ചി അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുടി അധികം ഇങ്ങനെ ഒത്തിരി വലിയ ലെങ്ത് ഉള്ളതും ഒരുപാട് തിക്കുള്ള മുടിയൊന്നുമല്ല, ഒരു നോർമൽ മുടിയായതുകൊണ്ട് തന്നെ എനിക്കിത് മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുറേശ്ശെ ഇത് ഒഴിച്ചിട്ട് എത്ര വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ കുറേ പണികളെ പോലെ തോന്നുമെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെ പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ഹെന്ന ഇടേണ്ടത് അപ്പോൾ ആ തലേ ദിവസമോ 2 മണിക്കൂർ മുന്നേ അതൊന്ന് ഒരു സ്പൂൺ എടുത്ത് വെള്ളത്തിലിട്ടാൽ മതി. പിന്നെ ഈ നെല്ലിക്ക വേണോ അല്ലെങ്കിൽ സവാളയുടെ ജ്യൂസ് വേണോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കളറ് കിട്ടും. പിന്നെ അത് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതാ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഹെന്ന. വെറും 10 മിനിറ്റ് മതി. നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കാം. പക്ഷെ ഒരിക്കലും തലേ ദിവസം വെക്കേണ്ട കേട്ടോ. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തലേ ദിവസം ഹെന്ന മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവമൊക്കെ കറുത്ത് വരുമെങ്കിലും നമുക്ക് അത് മുടിയിൽ അത്ര എഫക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം വന്നു. അത് ഈ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്ന ഹെന്നയ്ക്ക് മാത്രം കേട്ടോ കളറൊക്കെ കൈക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. നഖത്തിലൊക്കെ ഈ കളറുണ്ടാവും. ഞാനിത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പാത്രം കഴുകുകയാണ് ചെയ്യുക കേട്ടോ. പാത്രം കഴുകാൻ ഇട്ടേച്ച് പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വരും. എന്നിട്ട് പാത്രം കഴിക്കുമ്പോൾ അതൊക്കെ അങ്ങ് ഏറെക്കുറെ പോവും. ഞാനിവിടെ തലേ ദിവസം തന്നെ മുടി നന്നായിട്ട് ഷാമ്പു ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. ഞാൻ ഇത് നമ്മുടെ വീട്ടമ്മാസിൻ്റെ ഷാമ്പു തന്നെയാണ്. ഇതിൻ്റെ അത് മേക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാമ്പു ആവശ്യമുള്ളവർ, ഫേസ് വാഷ് ആവശ്യമുള്ളവർ, അതുപോലെ തന്നെ മറ്റു ഐറ്റംസൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഞാൻ മുടി കാണിച്ചു തരാം. നമുക്കിവിടെ അത്യാവശ്യം നല്ല വൈറ്റായിട്ട് ഉള്ളിലും എനിക്ക് ഏറ്റവും കൂടുതൽ നെറ്റിയിലാണ് കേട്ടോ മുടി ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്ന അവിടെ തന്നെ നല്ല വൈറ്റ് കളറാണ്. 10 ദിവസം കൂടുമ്പോൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡൈയും വേണ്ട കേട്ടോ. ഇത് ഞാൻ കയ്യിൽ തന്നെയാണ് ഹെന്ന കൈ കൊണ്ട് തന്നെയാണ് ഇടാറ്. നിങ്ങൾ പക്ഷേ കവറൊക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഹെന്ന ഉണ്ടല്ലോ ഇരിക്കും തോറും കറുത്ത് വരും. അപ്പോൾ ആ കറുപ്പ് ഇങ്ങനെ കൂടുതലാവുന്നതിൻ്റെ മുന്നേ തലയിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കൂടുതൽ നല്ല എഫക്റ്റീവായി കിട്ടുള്ളൂ. ഞാനിത് ഇങ്ങനെ വഴച്ചിലെടുക്കില്ല ഓരോരോ ലെയറായിട്ട്, അങ്ങനെ എൻ്റെ കോമ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ദിവസം നമ്മൾ ഫിക്സാക്കി വെക്കും കേട്ടോ. 10 ദിവസമോ 12 ദിവസമോ കൂടുമ്പോൾ. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഹെന്ന ഇടുന്നത്. എനിക്ക് എന്തോ ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ബ്രഷൊക്കെ ഇട്ട് ഹെന്ന ഇടുമ്പോൾ. അപ്പോൾ നമ്മളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള ഓർഡറുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അയക്കുന്നതാണ്. ഏറെക്കുറൊക്കെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലിക്വിറൈസ് പൗഡറും അങ്ങനെയുള്ള എല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്സ്ട്രാ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൂടുതൽ അതൊക്കെ ആ ചട്ടിയൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നിരയുള്ളത് ഫ്രണ്ടിലാണ് കേട്ടോ. 10 ദിവസത്തിലൊരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഏതാണ്ട് ഒരു 45 മിനിറ്റോളം ഇത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആയ പോലെ ഫീൽ ആവുന്നുണ്ട്. 1 മണിക്കൂർ വരെ വെക്കാം. അപ്പോൾ അത് ആ കൈമലൊക്കെ നല്ല കറിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലിങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, നല്ല കറിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ തല നല്ല നനഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ഹെയർ ഡൈ ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മളെ മുടിയിരിക്കുക. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി കാണിച്ചു തരാം. പക്ഷേ ഫ്രണ്ടിലൊന്നും നിരയൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ ലെയറായിട്ട് എടുത്ത് കാണിച്ചു തന്നിരുന്ന നിരയൊന്നും കാണുന്നില്ല. ഒന്ന് ഉണങ്ങിയൊരു
വൈകുന്നേരമൊക്കെ ആയപ്പോൾ നന്നായിട്ട് ഇതാ ഡ്രൈ ആയി, മുടിയൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹെന്ന നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുടിയിലൊക്കെ. ഞാനിങ്ങനെയാണ് ഹെന്ന ചെയ്യുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല കളറായിരിക്കും. ഇത് നല്ല കറുത്ത കളറൊന്നല്ല, ഡാർക്ക് ബ്രൗൺ കളറാണ് നമ്മുടെ ഹെന്ന വരിക. ഈ കളർ പോകുമ്പോഴത്തേനും 10 ദിവസത്തിലൊരിക്കൽ ഇത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ആ വൈറ്റ് കളറ് പോയിട്ട് പിന്നെ ഒരു റെഡ് കളറ്, പിന്നെ നല്ല ബ്രൗൺ കളറ്, അങ്ങനെയാണ് കേട്ടോ മുടിയിരിക്കുക. എന്തായാലും വെളുത്തതായിട്ട് തോന്നില്ല. എനിക്ക് ഇങ്ങനെയാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിറ്റേ ദിവസവും ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. എൻ്റെ മുടി അത്യാവശ്യം നല്ല കറുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉള്ളിലൊക്കെ അത്യാവശ്യം വെളുത്ത മുടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുതേ.